കുട്ടികൾ എന്നും ഒരു ഐശ്വര്യമല്ലേ. അതുകൊണ്ട് അവരെ നമ്മൾ വാത്സല്യത്തോടെ വളർത്തുന്നത്. പക്ഷേ ആ വാത്സല്യത്തിന്റെ അതിര് കടക്കുമ്പോൾ അവർ നമ്മുടെ തലയിൽ കയറാൻ തുടങ്ങും. ഞാൻ ഈ സത്യം തിരിച്ചറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുട്ടിക്കാലം മുതൽ എന്റെ മകൾ നമ്രതയെ വളരെ ലാളിച്ചു വളർത്തി. ഒരു പക്ഷേ അതായിരിക്കണം ജീവിതത്തിൽ ഞാൻ ചെയ്ത വലിയ തെറ്റ്. അതുകൊണ്ടായിരിക്കണം അവൾ വളർന്ന് വലുതായതിനു ശേഷം എന്റെ തലയിൽ കയറി ഇരിക്കാൻ തുടങ്ങിയത്. നമ്രത എഴുന്നേക്ക്, കോളേജിൽ പോകാൻ നേരാവുന്നു. എഴുന്നേക്ക് അമ്മ, പ്ലീസ് ഉറങ്ങാൻ വിട്. ഇനി എത്ര നേരം ഉറങ്ങാൻ? എഴുന്നേക്ക്. ഈ വയസ്സിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ പാടില്ല. എഴുന്നേക്ക് അവിടുന്ന്. അമ്മ പ്ലീസ്. നിന്റെ അച്ഛൻ നിന്നെ വല്ലാതെ പുന്നാരിക്കുന്നോണ്ടാ നീ ഇങ്ങനെ. അവൾ ഇനി കൊച്ചു കുട്ടിയല്ലേ, കുറച്ച് കഴിയുമ്പോ എല്ലാം ശരിയാവും. ശരി, അവള് ഉണർന്നെഴിച്ചു കഴിഞ്ഞാ? ഞാൻ പറഞ്ഞ എഴുന്നേറ്റത് തന്നെ. ഞാൻ പറഞ്ഞ എന്തെങ്കിലും കേൾക്കൂ അവള്. നിങ്ങൾ തന്നെ പോയി പുന്നാരമോളെ വിളിക്ക്. ചെല്ല്. അവക്ക് തോന്നുമ്പോ എഴിക്കട്ടെ. ഇപ്പൊ എന്താ വേണം നിനക്ക്? കോളേജിൽ പോവാൻ നേരാവുന്നു. അവൾക്ക് പോവണ്ടേ? വനജ, ഈ ഇടയ്ക്കായിട്ട് നിനക്ക് കുറച്ച് ദേഷ്യം കൂടുന്നുണ്ട്. നീ ദേഷ്യപ്പെട്ട കാണാൻ ഒട്ടും സഹിക്കുന്നില്ല. ഒട്ടും കൊള്ളൂല. ശരി, പുറത്ത് നിങ്ങളുടെ അനിയൻ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ചെല്ലാൻ. 5 മിനിറ്റ് കഴിഞ്ഞ് അത് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ സ്റ്റൗ ഓഫ് ചെയ്തേക്ക്. ഹലോ. ഗുഡ് മോർണിംഗ് ബേബി. ഗുഡ് മോർണിംഗ് ബേബി. എത്ര നേരം ഞാൻ നിന്നെ വിളിക്കുന്നറിയോ? ഐ ലവ് യു ഡാ. ലവ് യു ടു. ഇന്ന് കോളേജിലേക്ക് നീ നേരത്തെ എത്തില്ലേ? കാണാൻ കൊതിയായിട്ടാ. ഓക്കെ. എന്നാ വേഗം എഴുന്നേൽക്ക് ബേബി, പ്ലീസ്. ഓക്കെ, എഴുന്നേക്കാം. എഴുന്നേറ്റോ? യാ. ഒരു മരോ? ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും കേട്ടോ. ബൈ. യാ, ബൈ. എന്താണ് ചേട്ടനും അനിയും തമ്മിൽ ഇത്ര കാര്യമായ സംസാരം? ഒന്നുമില്ലടോ, അമൃതയുടെ പേര് വെച്ച് ഒരു റെസ്റ്റോറന്റ് രജിസ്റ്റർ ആയിട്ടുണ്ട്. 2-3 ദിവസം കൊണ്ട് സർട്ടിഫിക്കറ്റ് കൈ കിട്ടുന്ന പറഞ്ഞ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായി നടക്കട്ടെ. നമ്രതയുടെ പേരിൽ നമ്മൾ തുടങ്ങിയ ഒരു ബിസിനസ് ഇതുവരെ നമുക്ക് നഷ്ടം വന്നിട്ടില്ല. ഈ ബിസിനസ്സും സൂപ്പർ സക്സസ് ആവും. ചേട്ടത്തി കണ്ടോളൂ. എന്റെ അമൃത സ്വർണ്ണോടാ. അവളെ ജനനശേഷമല്ലേ നമ്മുടെ വീട്ടിലെ ശുഭകാര്യങ്ങൾ ഞാൻ ഈ സ്റ്റേജിൽ എത്തിയതും. മകളുടെ പുരാണങ്ങൾ വീണ്ടും തുടങ്ങിയല്ലേ? ഇവരെപ്പോഴും ഇങ്ങനെയാ. അവളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അടുക്കളയിൽ പോകേണ്ട വഴി അങ്ങോട്ടല്ലേ? എനിക്ക് മനസ്സിലായി. എടുത്തോളൂ. ഓഫീസിൽ കാണാൻ ചേട്ടാ. ബൈ. ഹായ് ചെറിച്ച. ഹായ് മോളെ. ഗുഡ് മോർണിംഗ് ഡാഡി. വാ മോളെ. ഡാഡി. വനജ, എന്താ മോളെ? ഈ ഇടയായി അമ്മ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നു. ഒന്ന് കൺട്രോൾ ചെയ്യണം. അവളെ ഡൈവോഴ്സ് ചെയ്തല്ലോ. ഇത്രയും വർഷമായിട്ട് നിന്റെ അമ്മയുടെ മുഖം കണ്ടു ഭയങ്കര ബോറാ. ശരിയാ, നമ്മളൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് അമ്മയെ കൊണ്ടുവന്നാലോ? സൂപ്പർ. ഓ, എന്ത് പറ്റി? ഇവളെന്താ എന്നെ കുറിച്ച് പരാതി പറയാ? അല്ലല്ല, അപ്ഡേറ്റ് ഫോൺ വേണമെന്ന് പറഞ്ഞോണ്ടിരുന്നതാ. ഇന്നലത്തെ പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ഡാഡി, വളരെ എൻജോയ് ചെയ്തു. ലേറ്റ് നൈറ്റ് പാർട്ടി, രാവിലെ എഴുന്നേക്കാതിരിക്കുക, കോളേജിൽ പോവാതിരിക്കുക. നിങ്ങൾക്ക് നല്ല പേര് വാങ്ങിച്ചു തരുള്ളൂ. വേണ്ട 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 വേണ്ട, ഞാൻ പുറത്തുനിന്ന് ഡാഡി ചെയ്ത സ്പെഷ്യൽ ഡിഷാ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, ഞാൻ വാരിത്തരാം. ഇങ്ങനെ വാരിക്കൊടുത്തോണ്ടിരുന്നോ? നാളെ കല്യാണം കഴിഞ്ഞു പോകുമ്പോ ആര് വാരിക്കൊടുക്കുമെന്ന് കാണാലോ. ശരിയടോ. സൂപ്പർ. ആരാ ചെയ്ത? ബൈ മമ്മി. ബൈ. എന്താണ് മാധവൻ, നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും കല്യാണം നോക്കുന്നുണ്ടോ? അവള് കൊച്ചുകുട്ടിയില്ല, ഇപ്പൊ പഠിക്കണല്ലോ. കല്യാണത്തിന് ഇനി സമയമുണ്ടല്ലോ. മാധവേട്ടന്റെ മരുമോന്ന് വെച്ചാൽ വെറുതെ ആണോ? ഇവിടെ നമ്മുടെ നാട്ടില് ആരും തന്നെ ചെയ്യാത്തതുപോലെ മാധവേട്ടന്റെ മോളുടെ കല്യാണം അടിപൊളിയാവും കണ്ടോ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ മാധവേട്ട? എന്റെ മകളുടെ കല്യാണം എങ്ങനെ ഉണ്ടാകണമെന്നറിയോ?
അത് കണ്ടതിന് ശേഷം ഈ ചുറ്റുവട്ടത്തുള്ള ഒരു അതുപോലത്തെ കല്യാണത്തിന് സ്വപ്നം കാണാൻ പോലും വിറയ്ക്കണം. അതാണ് മാധവന്റെ ഒരു സ്റ്റൈല്. പറ. നമ്മുടെ കല്യാണത്തിനെ കുറിച്ച് നിന്റെ അച്ഛനോട് നീ സംസാരിച്ചോ? എന്ത്? അതിനകം മാരേജോ? നമ്മൾ ഇനിയും പഠിച്ചു തീർന്നില്ലല്ലോടാ. അദ്ദേഹത്തിന് നീ സമ്മതിപ്പിക്കില്ലേ? അതല്ല. പ്ലീസ് മോളെ, എങ്ങനെയെങ്കിലും ചെയ്യ. ഓക്കെ, എനിക്ക് എപ്പോഴും നിന്നെ കണ്ടോണ്ടേയിരിക്കണം. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും ബേബി. പക്ഷേ നിന്റെ അച്ഛൻ ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നു. എന്റെ അച്ഛന് ഞാനെന്ന് വെച്ചാൽ ജീവനാ. ചെറുപ്പം മുതലേ ഞാൻ എന്ത് ചോദിച്ചാലും തരും. നിന്നെ ചോദിച്ചാലും തരും. അതൊക്കെ ഓർത്ത് നീ വെറുതെ ടെൻഷൻ അടിക്കാതെ കേട്ടോ. നിന്റെ അച്ഛൻ അത്ര എളുപ്പത്തിലൊന്നും സമ്മതിക്കില്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ശരി, എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കും. എന്നാലേ എനിക്കൊന്ന് സമാധാനം ഉണ്ടാവും. ഓക്കെ. എന്നെ പോലത്തെ ഒരു പാവപ്പെട്ടവന് നിന്റെ അച്ഛൻ നിന്നെ കെട്ടിച്ചേരൂ? ജനിച്ചു വീണപ്പോഴേ എന്റെ അച്ഛൻ പണക്കാരനൊന്നുമല്ല. പാവങ്ങളുടെ അവസ്ഥ എന്റെ അച്ഛന് നന്നായിട്ട് അറിയാം. ശരി, ഇനിയെല്ലാം നിന്റെ കയ്യിലാ. അല്ലെങ്കിലും പുള്ളി സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിക്കില്ലേ? ശരിക്കോ? ലവ് യു മുത്തേ. ലവ് യു ടു. സമയം കളയാതെ വേഗം നിന്റെ അച്ഛനോട് കാര്യങ്ങൾ പറയാ. ശരി. ബൈ. മോളെ നീ എവിടെ? ഇവിടെ ഡാഡി. നീ എന്താ മോളെ ഈ സമയത്ത് ഇവിടെ എന്തിനാ വന്നേ? സാരമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഈ സമയത്ത് ഇവിടെ വരാൻ പാടില്ല മോളെ. Nothing will നിന്റെ happen, അടുത്ത് Daddy. ബാൽക്കണി വരരുതെന്റെ ഡാഡി പറഞ്ഞിട്ടുണ്ടല്ലോ. ഉറക്കം വരുന്നില്ല ഡാഡി. ആ, ചീത്ത സ്വപ്നങ്ങൾ വരുന്നു. ചീത്ത സ്വപ്നം വരുന്നോ? ഉം. കൊറേ ആലോചിച്ച് കിടന്ന് ഉറക്കം വരില്ല, ചീത്ത സ്വപ്നം വരും. എനിക്കെന്താ മോളെ കൂടുതൽ ആലോചിക്കുള്ളത്? നിനക്കെന്തോ വേണോ അല്ലേ മോളെ? നിനക്ക് എന്ത് പറ്റി? പറ മോളെ, ഡാഡി വാങ്ങിച്ചിര. നിനക്ക് എന്താ വേണമെന്ന് പറ. ചോദിച്ചാ പറയില്ലെന്ന്. പിന്നെ നിനക്ക് എപ്പോ വേണമെങ്കിൽ പറഞ്ഞോ ഡാഡി അടുത്ത്. ഡാഡി, എന്നെ കാണുമ്പോ ആ ഗ്ലാസ് എന്തിനാ ഒളിച്ചു വെക്കുന്നത്? അത് ചീത്ത അതിന് തന്നെ സ്വഭാവം. ഞാൻ ഒഴിച്ചു തരാം. തന്നെ. ചേടാ. ഇതൊക്കെ ചീത്ത സ്വഭാവം മോളെ. അത് സാരമില്ല. അതൊക്കെ വേണ്ട. അമ്മ കണ്ടു കഴിഞ്ഞാൽ Daddy. അടി കിട്ടും. വേണ്ട. വേണ്ട, അത് വേണ്ട. നിനക്ക് വേണ്ട. ഉം. അങ്ങനെ ചെയ്യരുത് മോളെ. ഇങ്ങ് തന്നെ. മിസ്റ്റർ ജൂനിയർ മാധവ്, നിനക്ക് നിർബന്ധം കൂടിപ്പോയി മോളെ. വേണ്ട, ഇപ്പൊ തന്നെ ഡാഡി ഫിറ്റ് ആയിട്ടായിരിക്കണ. കൂടിപ്പോയി. വേണ്ട. അത്രയും വേണ്ട, അത്രയും വേണ്ട. സാരമില്ല, ഇന്ന് കുടിക്ക. ഞാനല്ലേ ഒഴിച്ചിരുന്ന. ഇറ്റ്സ് ഓക്കെ. ദാ കുടിക്ക. Cheers. ഇത് കുറെ സ്ട്രോങ് ആയി പോയി മോളെ. നീ ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞില്ല. ഇപ്പൊ പറ, എന്ത് പറ്റി? പറ മോളെ. പറ മോളെ. ഡാഡി ഇത് പറയാ എന്തിനാ ഇത്രയും ആലോചിക്കേണ്ടിയിരിക്കുന്നേ? ഡാഡി നിനക്ക് കൊച്ചിലെ തൊട്ട് നീ ചോദിച്ചെല്ലാം ഡാഡി വാങ്ങിച്ചു തന്നിട്ടില്ലേ? എന്ത് വേണമെന്ന് പറഞ്ഞാൽ നീ എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു തരും. എന്താ മോളെ?